ചാപ്റ്റർ 3-ൽ 10 മുതൽ 27 വരെയുള്ള സെക്ഷനുകളാണ് കൊടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ അതോറിറ്റിക്ക് വളരെ വലിയ രീതിക്കുള്ള അധികാര പരിധികളുണ്ട്. സെക്ഷൻ 18-ൽ ഇതിന്റെ അധികാര പരിധികൾ പറയുന്നുണ്ട്. എൻക്വയറി നടത്തി അൺസേഫ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആർട്സ്, അതായത് പരസ്യങ്ങൾ വിലക്കുക, അതുപോലെ തന്നെ വോളണ്ടറി ആയിട്ടുള്ള റീകോളിംഗ്, റീഫണ്ട്, റിപ്പയർ എന്നിവ നിർദ്ദേശിക്കുക, അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ തടയുക, ഇങ്ങനെയുള്ള അധികാര പരിധികളാണ് ഈ ഒരു സെക്ഷനുകളിൽ ഈ ഒരു അതോറിറ്റി കൊടുക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ സെക്ഷൻ 21-നെയും 22-നെയും പറ്റിയാണ്. വളരെ പ്രാധാന്യപ്പെട്ട സെക്ഷനുകളാണ്. അതിൽ 21-ൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങളെ പറ്റി, അത് ഏതെങ്കിലും പ്രോഡക്റ്റിനെ പറ്റി മിസ്ലീഡിംഗ് ആയിട്ട് പരസ്യം നൽകി ആദ്യമായി പിടിക്കപ്പെടുകയാണെങ്കിൽ അവർ 10 ലക്ഷം വരെ പിഴ അടയ്ക്കേണ്ടി വരും. ഇനി വീണ്ടും ആവർത്തിച്ച് ഇതേ പ്രോഡക്റ്റിനെ പറ്റി മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങൾ ചെയ്താൽ അവർ വീണ്ടും പിടിക്കപ്പെട്ടാൽ 50 ലക്ഷം വരെ പിഴയും 3 വർഷം വരെ ബാനും ലഭിക്കും. ഇനി ഇതേ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങളിൽ ഏത് സെലിബ്രിറ്റിയാണോ യാതൊരു അന്വേഷണവും ഇല്ലാതെ അഭിനയിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇതേ ശിക്ഷാ നടപടികളും ബാനും ലഭിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതിനുള്ള അധികാരം ഈ അതോറിറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇനി സെക്ഷൻ 22-ൽ ഈ അതോറിറ്റിക്ക് എൻക്വയറി നടത്താനും സെർച്ച് നടത്താനും ഈ പ്രോഡക്റ്റുകളെ പിടിച്ചെടുക്കാനുമുള്ള അധികാരവും കൊടുക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോ എന്റെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണുവാൻ വേണ്ടി എന്റെ ചാനൽ സന്ദർശിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.